ഇടയായിട്ട് ആഘോഷങ്ങൾ ഇച്ചിരി കൂടുന്നുണ്ടോന്നല്ലേ. എന്ത് ചെയ്യാനാ, ആണ്ടിലും സംക്രാന്തിക്ക് വരുന്ന പരിപാടികളാണ്, നമ്മൾ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നാണ് നമ്മളെ കോളേജിലെ ഫ്രഷേഴ്സ് ഡേ. കുട്ടികൾ വന്നിട്ട് ഒരു 5-6 മാസമായെങ്കിലും പാവം കുട്ടിയൊക്കെ ഇന്നാണ് ഒരു ഫ്രഷേഴ്സ് ഡേ കിട്ടിയത്. ഇതാണ് നമ്മളെ താരനെ ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടിയാണ് സ്റ്റേജിൽ കയറിയിട്ട് ഒരേ കത്തിക്കല്. പെൺകുട്ടികൾ കത്തിച്ചാൽ പിന്നെ ചെക്കന്മാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. ഓരോരുത്തർ വന്ന് എന്തൊക്കെയോ കട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഇപ്രാവശ്യം വന്ന കുട്ടികൾക്കൊക്കെ നല്ല കഴിവുണ്ട്. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇതിൽ പകുതി കുട്ടികളെ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ ഇന്നാണ് എല്ലാവരും കാണുന്നത് തന്നെ. എന്തായാലും കൊള്ളാടാ, കണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. ഇത്രയും കഴിവുള്ള കുട്ടികൾ നമ്മൾ കോളേജിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അഭിമാനമാണല്ലോ. പിന്നെ സെൽഫ് ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് പാട്ടായി ഡാൻസായി. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റേജിൽ ആര് ഡാൻസ് കളിച്ചാലും ഇങ്ങനെ കുറെ ആൾക്കാർ ഇപ്പുറത്തും ഡാൻസ് കളിക്കാൻ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ആയിട്ടോ. ആരും ഉടുക്കാൻ അറിയില്ലല്ലോ, ആ ഉടുത്ത് കൊടുക്കാൻ കാണിച്ചതോ ആ സ്റ്റെപ്പ് ഇടാൻ കാണിച്ച മനസ്സ് നമ്മൾ ആരും കാണാണ്ട് പോകരുത് കേട്ടോ. ഇതൊരു പരിപാടി തുടങ്ങുമ്പോഴും ഞങ്ങൾ ഇതേപോലെ ആദ്യം ഇരുന്ന് സ്റ്റെപ്പ് ഇട്ടിട്ടായിരിക്കും തുടങ്ങുക. പിന്നെ ഞങ്ങൾ നോക്കിയാൽ കാണുപോലും ഉണ്ടാവില്ല കേട്ടോ. എന്ത് ചെയ്യാനാ, സ്റ്റാർട്ടിങ് ട്രിബിൾ ആണെന്നേ, ഒറ്റയടിക്ക് ഞങ്ങൾക്ക് ചാടി ഇറങ്ങാനും പറ്റൂല, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ ഇരുന്നിട്ടാണേലും സ്റ്റെപ്പ് ഇടല് ഞങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾക്ക് പിന്നെ പാട്ട് കേട്ടാൽ വെറുതെ ഇരിക്കാൻ പറ്റൂല. ബേക്കിൽ ഇരിക്കുന്നവരുണ്ടില്ല, ഓരെങ്ങനെയാണേലും വെറുതെ ഇരിക്കാനേ ചെയ്യുള്ളൂ കേട്ടോ. കണക്കിന് ഓരെ പോലെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഫോണൊക്കെ നോക്കാൻ ആൾക്കാർ വേണ്ടേ. ഇതിലാരോ ശാസ്ത്രീയ സംഗീതം പാടുന്നുണ്ട്, അത് ഏത് പാട്ടാന്ന് അറിയാതിരിക്കുന്നതാണ് ഞങ്ങള്. ഇവരാണെങ്കിൽ ഇതാ ആ പാട്ട് അറിയില്ലെങ്കിലും വേറെ ഏതൊക്കെയോ പാട്ടിട്ട് വൈബ് ഉണ്ടാക്കുന്നുണ്ട്. പാവം കുട്ടികൾ ഇവരാരാന്ന് അറിയില്ലെങ്കിലും ഇവർ ഡാൻസ് കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങളെ കോളേജിലത്തെ ചെക്കന്മാരാണേലും പെൺകുട്ടികളാണേലും എന്തെങ്കിലും പരിപാടി ഉണ്ടാ പിന്നെ റബ്ബറും പാല നിലത്തേക്കൂല, അവിടെ ചാടിക്കൊണ്ടേ നിൽക്കും. ഇത് പിന്നെ പറയണ്ടല്ലോ, ഇത് വേറെ 2 റബ്ബറും പാലുകൾ. ഏക്കിൽ ഇത്രയും നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടും ജെയ്മി കണ്ടോ മുന്നുക്ക് നോക്കി നിൽക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ചെക്കന്മാരെ നന്നായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് ഒക്കെ മാറിയിട്ട് വെറൈറ്റി ആയിട്ട് ചെക്കന്മാര് ചെണ്ടയും കൊണ്ട് വന്നിക്കുന്നത്, അതാണെങ്കിൽ നല്ല വൈബ്. ഇനിയിപ്പോ ഓണത്തിന് ചെണ്ട മുട്ടാൻ പുറത്തുനിന്ന് ആളെ നോക്കണ്ടാലോ. ഇത് പിന്നെ മാസ് എൻട്രിയിൽ കയറി വന്ന ഒരു ടീം. സിമ്പിൾ സ്റ്റെപ്സ് ഞങ്ങളെ കോളേജിലത്തെ കുട്ടികളോട് ചോദിക്കരുത്, ഒൺലി ടഫ് സ്റ്റെപ്സ്. പിന്നെ എന്റെ വീഡിയോസ് കണ്ട് ചിരിച്ച് നിലം തപ്പുന്ന എന്റെ വേറൊരു സബ്സ്ക്രൈബർ. നമ്മളെ കുട്ടികൾ പിന്നെ പാട്ട് കെട്ടാൻ നിലത്ത് നിൽക്കൂല. ഞാൻ പറഞ്ഞില്ലേ റബ്ബറും പാലാന്നേ. പിന്നെ ഇപ്പൊ ഞങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നഴ്സിംഗ് ജീവിതത്തിൽ ഇച്ചിരി എന്റർടൈൻമെന്റ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാട്ടോ. പിന്നെ അതുമല്ല, ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ ഫ്രഷേഴ്സ് ഡേ ആണ്. ഇനിയിപ്പോ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ജോലി ഭാരമായി, ഇത്രയും കാലം പഠനഭാരമായിരുന്നേ. അപ്പൊ ഓക്കെടാ, നാളെ കാണാട്ടോ.